നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 20-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 4-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്, നല്ല ദിവസമാണ്. ബുധൻ വളരെ പ്രവൃത്തികാരകനാണ്, എല്ലാ പ്രവൃത്തിക്കും അനുകൂലപ്രദമായ ദിവസമാണ്. നമുക്കിന്ന് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ ഒരു ജോലിക്ക് ശ്രമിക്കാനാവട്ടെ, ഒരു കോൺട്രാക്റ്റ് ഒപ്പിടാനാവട്ടെ, മറ്റെന്തെങ്കിലും പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാനാവട്ടെ, ഒക്കെ അനുകൂലപ്രദമായ ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തെ നമുക്ക് മാക്സിമം വിനിയോഗിക്കണം. ഇന്നത്തെ ദിവസം നമ്മൾ കളയരുത്. കാരണം ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നല്ലൊരു ദിവസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ ചിങ്ങമാസത്തിലെ പുണർദ നക്ഷത്രം, ഇന്ന് പുണർദ നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. പുണർദ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് പ്രൊമോഷന് വേണ്ടി ട്രൈ ചെയ്യാൻ കിട്ടും. വേറെ കുറച്ചുകൂടി ബെറ്റർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ നടക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല അവസ്ഥയുണ്ടാവും. വിദ്യാഭ്യാസ പുരോഗതി അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ശ്രമിച്ചാൽ നടക്കും. അതുപോലെ മറ്റ് സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സാഹചര്യം ഒരുങ്ങും. അപ്പോൾ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു വർഷമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്തെ മാക്സിമം വിനിയോഗിക്കുക. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം നോക്കുമ്പോൾ, രാഹുകാലം എല്ലാ ദിവസവും രാഹുകാലം ഉണ്ട്. അപ്പോൾ രാഹുകാല സമയം നോക്കി ഓരോ കാര്യത്തിന് തുനിയുന്നത് അത്യാവശ്യമായിരിക്കും. രാഹുകാലം നോക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ രാഹുകാല സമയം വരുന്ന 1:30 മണി മുതൽ 3 മണി വരെയാണ്. ശരിക്കും രാഹുകാലം 12 തൊട്ട് ബുധനാഴ്ച 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് 1:30 മണിക്ക് രാഹുകാലം തീരൂല. അപ്പോൾ 12 മണിക്ക് തുടങ്ങില്ല, 12:30ക്ക് രാഹുകാലം തുടങ്ങുള്ളൂ. 2 മണി 2 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും രാഹുകാല സമയം എടുക്കണം. രാഹുകാലം നോക്കി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. രാഹുകാലത്തിനുള്ള പ്രത്യേകത എന്താണ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ വളരെ തടസ്സപ്പെട്ടു പോകാനിടയുള്ള സമയമാണ് രാഹുകാല സമയം. അപ്പോൾ കാര്യങ്ങളൊന്നും തന്നെ അത്ര ഭംഗിയായി വരത്തില്ല. അതുകൊണ്ടാണ് രാഹുകാല സമയം നോക്കി യാത്ര. അല്ലെങ്കിൽ എല്ലാം ഇട്ട് ചുറ്റിക്കും, പാമ്പ് ചുറ്റും പോലെ ചുറ്റിക്കും. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഗുളികകാല സമയം വരുന്നത് 10:56 തൊട്ട് 12:26 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 7:51 തൊട്ട് 9:23 വരെയും. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് മുഹൂർത്തമുള്ള ദിവസമാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് രാവിലെ 12 മണി 4 മിനിറ്റ് തൊട്ട് ഉച്ചയ്ക്ക് 12 മണി 52 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം ആണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഉച്ച സമയം അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പച്ച കളറ് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതൊരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.